ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു എംപ്ലോയി ID കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കുന്നുണ്ട്. ID കാർഡ് എന്ന് ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ID കാർഡാണ്. അപ്പോൾ ആ ഒരു ID കാർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് 2.125 ഇഞ്ചും ഹൈറ്റ് 3.375 ഇഞ്ചുമാണ്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ വിഡ്ത്തിൽ 2.125 ഇഞ്ച് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഞ്ചസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹൈറ്റിൽ 3.375 ഇഞ്ച് എന്ന് കൊടുക്കാം. അതുപോലെ നമുക്ക് റെസൊല്യൂഷൻ 300 ആണ് ആവശ്യമുള്ളത്. ഇവിടെ ഞാൻ 300 കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ RGB കളർ മോഡാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്യുന്നത് പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ CMYK കളർ മോഡ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് OK പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസ് വെച്ചുകൊണ്ടുള്ള ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെൻറ്റിലാണ് നമ്മൾ ID കാർഡ് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനിവിടേക്കൊരു പ്രൊഫൈൽ പിക്ചറാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൊഫൈൽ പിക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഞാനൊരു പോളിഗൺ ഷേപ്പിനകത്താണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഷേപ്പ് ടൂളിൽ പോകാം. ഇവിടുന്ന് പോളിഗൺ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോളിഗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് 6 സൈഡാണ് ഈ ഒരു പോളിഗൺ ഷേപ്പിന് ആവശ്യമുള്ളത്. ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി 6 ആക്കുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിനകത്ത് ടെമ്പററി ആയിട്ട് നമുക്കൊരു കളർ ഫില്ല് ചെയ്യാം. നമുക്കതിന് ശേഷം ഈ ഷേപ്പിനകത്തേക്ക് ഫോട്ടോ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫില്ലിൽ പോവാം. ഇവിടുന്ന് ഞാനൊരു കളർ ടെമ്പററി ആയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഈ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ സെൻട്രലായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് Ctrl A പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഔട്ടറിലായിട്ട് ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഓപ്ഷൻ മെനുവിൽ പോയി ഹൊറിസോണ്ടൽ സെൻറ്റർ അലൈൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. Ctrl D പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കാം. ഇനി നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സിമ്പിൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ ടൂളാണ്. നമുക്കിവിടെ ടൂൾ ബാറിൽ പോയതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിനകത്ത് നമുക്ക് ഗ്രേഡിയൻറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഫിൽ ഓപ്ഷനിൽ പോവാം. ഇവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഞാനൊരു ബ്ലൂ കളറാണ് സെലക്ട് ചെയ്യുന്നത്. OK പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയും കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൂ കളർ ഒന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളർ പിക്കറിൽ അല്പം കൂടി ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം. OK പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ ഈ ഒരു ലെയറിനെ ഒന്ന് ആദ്യത്തെ ഒരു ഷേപ്പിനെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ രണ്ട് ഷേപ്പിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. OK ഇപ്പോൾ നമ്മളിവിടെ ഷേപ്പ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ Ctrl J പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ലെയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ഇവിടെ ഫ്ലിപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. OK ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഷേപ്പിനെ കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ലെയറിനെ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും Ctrl J പ്രസ് ചെയ്യാം. ഇപ്പോൾ മറ്റ് രണ്ട് കോപ്പി കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അല്പം മുകളിലേക്ക് നീക്കി വെക്കാം.
ഓക്കെ, നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ലെയറുകളെ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിനെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് അല്പം താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ഡൗൺ ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ഈ ലെവലിൽ വെക്കാം. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫയലിൽ പോകാം. ഇവിടുന്ന് ഞാൻ പ്ലേസ് എംബഡഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ പോയതിന് ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയിനെ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോളിഗൺ ഷേപ്പിലേക്ക് മാസ്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആ പോളിഗൺ ഷേപ്പിൽ മാസ്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഫോട്ടോ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോളിഗൺ ഷേപ്പിന് ചുറ്റുമായിട്ട് സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പോളിഗൺ ഷേപ്പിൻ്റെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഞാൻ സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വൈറ്റ് കളറുള്ള സ്ട്രോക്കാണ് ആവശ്യമുള്ളത്. അതുപോലെ ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഫോട്ടോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് കമ്പനിയുടെ ലോഗോയും അതുപോലെ ബാക്കി ഡീറ്റെയിൽസുകളും പ്ലേസ് ചെയ്യാം. ഞാനിവിടെ ലോഗോ ഓൾറെഡി തന്നെ മറ്റൊരു ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റ് ഞാനിവിടേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ലോഗോ ഓപ്പൺ ചെയ്യാം. ഇവിടെ ലോഗോയും അതുപോലെ തന്നെ മറ്റൊരു ബാർകോഡ് കൂടി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ലോഗോ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ലോഗോ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ലോഗോയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്ത് വെക്കാം. ഈ ഒരു ID കാർഡിന് ആവശ്യമായുള്ള സാമ്പിൾ ഡീറ്റെയിൽസ് ഞാനൊരു നോട്ട് പാഡിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടേക്ക് കോപ്പി ചെയ്ത് വെക്കാം. ആദ്യം തന്നെ ഞാനിവിടുന്ന് നെയിമും അതുപോലെ തന്നെ ഡെസിഗ്നേഷനും കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കൂടെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ നിന്ന് ഞാനൊരു ഗ്രേ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററായിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഈ ഒരു നെയിമിന് നമുക്ക് ഫോണ്ട് സൈസ് ഒരു 12 കൊടുക്കാം. അതുപോലെ ഇവിടുന്ന് ഞാൻ ലൈറ്റ് മാറ്റി സെമി ബോൾഡാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസിന് കൊടുത്തിട്ടുള്ള ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ്. നമുക്കിതിനെ കറക്റ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. അതുപോലെ ഈ ഒരു ടെക്സ്റ്റിന് ഇടയിലുള്ള സ്പേസ് നമുക്ക് അല്പം ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഡീറ്റെയിലിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു ലെറ്റേഴ്സിന് ഇടയിലുള്ള സ്പേസ് ഒരു -50 കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ഫോക്സ് ബോൾഡ് ആവശ്യമില്ല, ഇത് ഡിസേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇവിടെ ഞാൻ ഈ ഓട്ടോ മാറ്റി ഇവിടെ നമുക്കൊരു 12 കൊടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സ്പേസ് ആണ് ആവശ്യമുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു ഡെസിഗ്നേഷൻ്റെ ഫോണ്ട് സൈസ് കൂടി അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇവിടെ ഞാനൊരു 7.7 കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു നെയിം ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും ടെക്സ്റ്റ് കൂടെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓട്ടോ സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഫോണ്ട് സൈസ് ഒരു 6 കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ലെഫ്റ്റ് അലൈനാണ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇവിടേക്ക് ഒരു ബാർകോഡ് കൂടി പ്ലേസ് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി തന്നെ ബാർകോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാർകോഡിൻ്റെ ലെയർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ബാർകോഡ് മൂവ് ചെയ്ത് ഡോക്യുമെൻറ്റിലേക്ക് വെക്കാം. ഓക്കെ, ഈ ഒരു ബാർകോഡിൻ്റെ സൈസിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ സെൻറ്ററിൽ അലൈൻ ചെയ്യാം.
നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെ കൂടി അല്പം താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ഐ ഡി കാർഡ് ലേഔട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലേഔട്ട് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ആ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഐ ഡി കാർഡിൽ നിന്ന് ഓൾറെഡി തന്നെ ഫയൽ നെയിം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് സെലക്ട് ചെയ്യാം. ഇത് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനെ JPG ഫോർമാറ്റിലേക്ക് കൂടി ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് സേവ് ആസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടൈപ്പിൽ പോയതിന് ശേഷം JPG ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഇനി ഞാനിവിടെ സേവ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റി നമുക്ക് മാക്സിമം ആണ് ആവശ്യമുള്ളത്. ഇത് മാക്സിമം കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ട്യൂട്ടോറിയൽ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.